أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നും യാദൃച്ഛികമല്ല, മനഃപൂർവമാണ്. ഒന്നും സംഭവിച്ചു പോകലില്ല, എല്ലാം അല്ലാഹു മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് നടത്തുകയാണ്. കതബല്ലാഹു മഖാദീർ അൽ ഖൽഖ്, സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ സകലവിധ വിഷയങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഓരോ സംവിധാനങ്ങളെ സംബന്ധിച്ചും അല്ലാഹു തആല എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങ് അർശ് മുതൽ ഇങ്ങ് പരമാണുക്കൾ വരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി തയ്യാറാക്കി വെച്ചതാണ്. ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ നിർമ്മിക്കുന്നതിൻ്റെ ബി50 അൽഫ സന, 50,000 വർഷം മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സംവിധാനത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നതാണ്. 4 കാര്യങ്ങളാണ് ഒരു നിർമ്മാണത്തിൽ നടക്കുന്നത്. അതൊരു ഈച്ചയായാലും ശരി. 1 ഇൽമുല്ലാ, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ ഖദീമായ അസലിയായ ഇൽമ്. രണ്ടാമതായിട്ട് നടക്കുന്നത് കിതാബത്തുള്ള, ആ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സ്ഥിതിവിവരങ്ങൾ എന്താണോ അള്ളാഹുവിൻ്റെ ഇൽമിലുള്ളത് അത് അല്ലാഹു തആല റെക്കോർഡാക്കുകയാണ്, എഴുതി വെക്കുകയാണ്. നാം സാധാരണ ഉദാഹരണം പറയാറുണ്ട്. 2024 ഒക്ടോബർ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ഈച്ച നിർമ്മിക്കപ്പെടുന്നു, ഒരു ഈച്ച സൃഷ്ടിക്കപ്പെടുന്നു, ഒരു ഈച്ച ജനിക്കുന്നു. ആ ഈച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ
അള്ളാഹുവിൻ്റെ ഇൽമിൽ പെട്ടതാണ് ആ ഈച്ചയുമായി ബന്ധപ്പെട്ട സകലതും. ആ ഇൽമ് അള്ളാഹു എഴുതി വച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പാണ്. അല്ലാഹു അക്ബർ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 2024 ഒക്ടോബർ 18-ാം തീയതി വെള്ളിയാഴ്ച, അഥവാ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഒരു ഈച്ച ജനിക്കുന്നു. ആ ഈച്ചയുമായി ബന്ധപ്പെട്ട സകലതും അള്ളാഹുവിൻ്റെ ഇൽമിൽ പെട്ടതാണ്. ആ ഈച്ച യാദൃച്ഛികമായി ജനിച്ചു പോയതല്ല. ആ ഈച്ച അങ്ങനെ തന്നെത്താൻ ഉണ്ടായിപ്പോയതോ അല്ല. ഇന്നോ ഇന്നലെയോ അങ്ങ് തീരുമാനിച്ചതോ അല്ല ആ ഈച്ച നിർമ്മിക്കപ്പെടണമെന്ന്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആ ഈച്ച ജനിക്കണമെന്നത് അല്ലാഹു തആല ഇന്ന് ളുഹുർക്കോ ഇന്ന് സുബീക്കോ തീരുമാനിച്ചതും അല്ല. ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് ആ ഈച്ചയുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവരങ്ങൾ അള്ളാഹു എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. കതബല്ലാഹു മഖാദീർ അൽ ഖൽഖ്, ഒരു ലെഡ്ജറിൽ അള്ളാഹു തആല കുറിച്ച് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായിട്ട് നടക്കുന്നത് മശീഅത്തുള്ള. അങ്ങ് എഴുതി തയ്യാറാക്കി വെച്ചു എന്നതുകൊണ്ട് തന്നെത്താൻ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കായി ഈച്ച അങ്ങ് നിർമ്മിക്കപ്പെട്ടു പോകുകയല്ല. നിർമ്മിക്കപ്പെട്ടു പോകുക, മജ്ഹൂലായ ഫീൽ അള്ളാഹുവിലേക്ക് ചേരുകയില്ല. മഅറൂഫായ ഫീൽ മാത്രമേ അള്ളാഹുവിലേക്ക് ചേരുള്ളൂ. അങ്ങ് നിർമ്മിക്കപ്പെട്ടു. ആരാ നിർമ്മിച്ചെന്നറിയില്ല, നിർമ്മിച്ചു ആരാണെന്നറിയാം. ഇതൊക്കെ ഇറാബ് നോക്കുന്നവർക്ക് അറിയുന്ന വഴികളാണ്. ഈച്ച നിർമ്മിക്കപ്പെട്ടതല്ല, ഈച്ചയെ നിർമ്മിച്ചതാണ്. അതിൻ്റെ ഫായില് മഅറൂഫാണ്. നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ്. എന്താണ് തീരുമാനിച്ചത്? ആ ഈച്ചയുമായി ബന്ധപ്പെട്ട സകല അറിവുകളും. എന്നിട്ട് 18-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയാകുമ്പോൾ മശീഅത്തുള്ള ആ വിഷയത്തിൽ അള്ളാഹു ഇടപെടുകയാണ്. അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ ഇടപെടൽ പണ്ടെന്നോ കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച് വെച്ചതായതുകൊണ്ട് അള്ളാഹു അത് മറന്നുപോവുകയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അത് വിട്ടുപോവുകയില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ആ സമയം വരുമ്പോൾ അള്ളാഹു മയങ്ങിപ്പോവില്ല. ആ സമയം വരുമ്പോൾ അള്ളാഹു ഉറങ്ങിപ്പോവുകയും ചെയ്യില്ല. കുല്ല യൗമിൻ ഹുവ ഫി ശഅൻ. വളരെ ജാഗ്രതമാണ് അള്ളാഹുവിൻ്റെ കാര്യം എന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസവും അള്ളാഹു അവൻ്റെ ജോലിയിൽ വ്യാപൃതനാണ്. ആ അള്ളാഹുവിന് എന്തിനാണ് പകരക്കാരൻ? ആ അള്ളാഹുവിന് എന്തിനാണ് ഇടയാളുകൾ? ഇന്നലെ ജനിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വളർന്നു വന്ന് പ്രായം ഒരു പകുതിയാകുമ്പോൾ എന്തൊക്കെയോ പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഇൽമൊക്കെ അങ്ങ് മറന്നു. പിന്നെ കുറച്ചാകുമ്പോൾ എല്ലുകൾക്ക് തേയ്മാനം വന്നു. കുറച്ച് കഴിയുമ്പോൾ അത്തും വിത്തും ഇല്ലാണ്ടായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മരിച്ചു വിരിഞ്ഞു. ഈ പറയപ്പെട്ട ആളുടെ സഹായം അല്ലെങ്കിൽ ഇടയാളത്വം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആളുടെ വസീല അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആളുടെ ജാഹ് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആളുടെ ബറക്കത്ത് മേൽ പറയപ്പെട്ട അള്ളാഹുവിന് കാര്യങ്ങൾ നടത്താൻ അള്ളാഹു ഇല്ല. അതിനെയൊന്നും ഇൽമ കൊണ്ട് നേരിടേണ്ട വിഷയമല്ല. അതൊക്കെ ഒരുതരം മാനസികമായ ഭ്രാന്തമായ ഇടപെടലുകളാണ്. ഒരു ഭാഗത്ത് ഈ പറയപ്പെട്ട അള്ളാഹ്, മറുഭാഗത്ത് രണ്ടാമത് പറഞ്ഞ ബലഹീനനായ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുക മാത്രമല്ല ചെയ്യുന്നത്. നാലാമത്തെ കാര്യം ഖൽഖുല്ലാ. അള്ളാഹു ഇടപെട്ടിട്ട് വേറൊരാളോട് എന്നാ നോക്കുക എന്ന് പറയലല്ല. അള്ളാഹു തന്നെയാണ് ആ ഈച്ചയെ കൃത്യസമയത്ത് നിർമ്മിക്കുന്നത്. അതൊരു വലിയനെ ഏൽപ്പിച്ചിട്ട് അല്ലാഹു തആല ദർബാറിലേക്ക് തിരിച്ചു പോവുകയല്ല. ഒരു ഷെയ്ഖിനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ ഇൽമനുസരിച്ച് ഞാൻ എൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈച്ചയുടെ നിർമ്മാണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കണം
എനിക്ക് മറ്റ് ചില കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ഈച്ചയെ നിർമ്മിച്ചേക്കണം. ഒരു വലിയനോട്, ഒരു ശൈഖിനോട്, ഒരു നബിയോട്, ഒരു റസൂലോട്, ഒരു ജിന്നിനോട്, ഒരു മലക്കിനോട് ഇല്ല.